കൊച്ചിയിലേക്ക് പോകുമ്പോൾ കൊച്ചിയിലെ ഒരു പ്രധാനപ്പെട്ട നീക്കം പെരിയാറിലേക്ക് രാസമാലിന്യം ഒഴുക്കിവിട്ടതിനെ തുടർന്ന് മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ സംഭവത്തിൽ നഷ്ടപരിഹാരം നൽകാത്ത സർക്കാർ നടപടിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. സംഭവം നടന്ന് 1.5 മാസമായിട്ടും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടില്ലെന്നും കർഷകർ പറയുന്നു. സർക്കാർ അവഗണനയ്ക്കെതിരെ കളക്ടറേറ്റിലേക്ക് കർഷകർ പ്രതിഷേധ റാലിയും ധർണയും നടത്തുകയാണ്. നവമി ദിനേശ് നമുക്കൊപ്പമുണ്ട്. നവമി, എന്താണ് അവിടുത്തെ സാഹചര്യം? ശക്തമായ പ്രതിഷേധമാണോ? പ്രകടിപ്പിച്ചുകൊണ്ട് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. സജിത്ത്, ഞാനിപ്പോൾ നിൽക്കുന്നത് വരാപ്പുഴ ഗ്രാമപഞ്ചായത്തിന് മുന്നിലാണ്. ഇവിടെ നിന്ന് ആരംഭിക്കുന്ന ബൈക്ക് റാലി കളക്ടറേറ്റിലേക്കാണ്. നമുക്കറിയാം ഈ സംഭവം നടന്നത്, അതായത് പെരിയാറിലേക്ക് രാസമാലിന്യങ്ങൾ ഒഴുക്കിവിട്ട് അവിടെയുള്ള മത്സ്യക്കുഞ്ഞുങ്ങളെല്ലാം ചത്ത് പൊങ്ങിയ സംഭവം അത് നടന്നിട്ട് 1.5 മാസം കഴിഞ്ഞു. പക്ഷേ കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുവാനോ അല്ലെങ്കിൽ അവരുടെ വിഷമം ഒന്ന് കേൾക്കുവാനോ സർക്കാർ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയത് ഈ രാസമാലിന്യം അവിടെ ഉണ്ടായത്, അല്ലെ രാസമാലിന്യം കലർന്നതുകൊണ്ടാണ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയത് എന്നതിപ്പോഴും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം ആരാണ് ഈ കാരണക്കാരായ ഫാക്ടറി ഉടമകളിൽ നിന്ന് തന്നെ നഷ്ടപരിഹാരം ഈടാക്കിക്കൊണ്ട് ഇവർക്ക് നൽകും, ഈ കർഷകർക്ക് നൽകും എന്നീ കാര്യങ്ങൾ നിയമസഭയിൽ പറഞ്ഞിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി പറയുന്ന മറ്റൊരു കാര്യം, ഈ ഓക്സിജന്റെ അളവ് കുറഞ്ഞതുകൊണ്ടാണ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങാൻ കാരണമെന്ന്. ഇത് കുഫോസിന്റെ വരെ റിപ്പോർട്ട് വ്യക്തമായിട്ടുണ്ട്. ഈ രാസമാലിന്യങ്ങൾ കലർന്നതാണ് മരണത്തിന് ഈ മത്സ്യങ്ങൾ ചത്തുപൊങ്ങാൻ കാരണമെന്ന്. പിന്നീട് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഇരട്ടത്താപ്പ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്? ഞങ്ങൾക്ക് എത്രയും വേഗം നഷ്ടപരിഹാരം നൽകുക, ഞങ്ങൾ ഇനി എന്ത് വിശ്വസിച്ച് ഇനി ഈ പെരിയാറിൽ മത്സ്യകൃഷി നടത്തും എന്നീ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കളക്ടറേറ്റിലേക്ക് വലിയൊരു പ്രതിഷേധ റാലി സംഘടിപ്പിക്കാനാണ് ഈ മത്സ്യ കർഷകർ തീരുമാനിച്ചിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ നിന്ന് തന്നെ ഈ ബൈക്ക് റാലി ഇവിടെ നിന്ന് പുറപ്പെടും. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. കുട്ടികളെ അടക്കം വെച്ചുകൊണ്ടാണുള്ളൊരു ബൈക്ക് റാലിയാണ് കർഷകർ നടത്തുന്നത്. ഇവരുടെ ഒരു ഉപജീവന മാർഗമാണ് ഈ കടം വാങ്ങിയും പണയം വെച്ചും അങ്ങനെ ലോണുകൾ എടുത്തുമൊക്കെയാണ് ഇവർ ഈ ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങി തിരിച്ചത്. പക്ഷേ ഇവർക്ക് ഉണ്ടായ നഷ്ടപരിഹാരം കോടികളുടെ നഷ്ടമുണ്ടെന്ന് ഫിഷറീസ് വകുപ്പിന്റെ തന്നെ റിപ്പോർട്ടുണ്ട്. പിന്നീട് എന്തുകൊണ്ടാണ് ഇത്ര വലിയൊരു അവഗണന ഇവർക്ക് ലഭിക്കുന്നതെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, എന്ത് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നിങ്ങളുടെ ഒരു പ്രതിഷേധം? കർഷകർക്ക് ഇവര് റാലി ആരംഭിച്ചിരിക്കുകയാണ്. അവര് റാലി ഇത് കളക്ടറേറ്റിലേക്കാണ് സജിത്ത് പോകുന്നത്. നമുക്കറിയാം ഇവരുടെ ഒരു കോടികളുടെ നഷ്ടം ഇതിനോടകം തന്നെ കണക്കാക്കിയിട്ടുണ്ട്. പക്ഷെ ഈ ഒരു നഷ്ടപരിഹാരം ഇവർക്ക് എന്ന് ലഭിക്കുമെന്ന് ഇപ്പോഴും അറിയില്ല. അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം തന്നെയാണ്. ഫാദർ, വലിയൊരു പ്രതിസന്ധിയിലാണ് ഇവിടുത്തെ കർഷകർ നിൽക്കുന്നത്. ഇവരുടെ നഷ്ടപരിഹാരം കിട്ടുമെന്ന് പോലും ഇവർക്ക് ഉറപ്പില്ല. ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഈ ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നത്. ഏത് വിധത്തിലുള്ള ഒരു പിന്തുണയാണ് ഇവർക്ക് നൽകുന്നത്? നമ്മൾ ഇവരോടൊപ്പം പങ്കുചേരേണ്ട അത്യാവശ്യം. കാരണം കൂട് കൃഷിക്കാര് ഒത്തിരി പണം ചെലവഴിച്ച് അധ്വാനം ഒക്കെ സമർപ്പിച്ചുകൊണ്ടാണ് അത് നടത്തിക്കൊണ്ട് പോകുന്നത്. പക്ഷെ അവർക്ക് അത് വലിയൊരു നഷ്ടമായി. അതോടൊപ്പം തന്നെ കൂട് കൃഷിയിൽ അവർക്ക് എത്രമാത്രം മത്സ്യം നഷ്ടപ്പെട്ടു എന്ന് കൃത്യമായിട്ട് കണക്കുണ്ടാവും. അതേസമയം ഈ ചൂണ്ട, ചീനവല അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മത്സ്യബന്ധനം നടത്തുന്ന സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ തൊഴിൽ തന്നെ നഷ്ടമായെന്നുള്ളതാണ്. കാരണം നമുക്ക് ഈ വരാപ്പുഴ, പെരിയാറിലൊക്കെ ഒത്തിരി, വീരമ്പുഴ ഭാഗത്തൊക്കെ ഒത്തിരി ഇതുപോലുള്ള പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുള്ളതാണ്. അപ്പൊ അവരുടെ അതിലൊരു സഹോദരൻ പങ്കുവച്ചത് അക്വ കൃഷിക്കാര്, ഇപ്പൊ കൂട് കൃഷിക്കാർ മാത്രമല്ല ഞങ്ങളെപ്പോലുള്ളവരും ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഗവൺമെന്റ് വേണ്ട തരത്തിലുള്ള നടപടി എടുക്കേണ്ടതാണ്. പിന്നെ കുടിവെള്ളത്തിന്റെ അടുത്ത് ഒരിക്കലും ഇങ്ങനെയുള്ള വ്യവസായ സ്ഥാപനങ്ങൾ വിദേശ രാജ്യങ്ങളിലൊന്നും അനുവദിക്കൂല. പക്ഷെ നമ്മുടെ കുടിവെള്ളം പുഴയുടെ അരികിൽ തന്നെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക, അതിന്റെ മലിനജലമൊക്കെ അതിലോട്ട് ഒഴുക്കി വിടുക, അതൊക്കെ ഒരു ഏറ്റവും നീചമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ മനുഷ്യനെ വിഷം കുടിപ്പിക്കുന്നതിന് തുല്യമാണ്. അപ്പൊ അങ്ങനെയുള്ള നടപടികൾ, അങ്ങനെ പ്രവൃത്തികൾ ചെയ്യുന്ന കമ്പനികൾക്കെതിരെ ഗവൺമെന്റ് വേണ്ട നടപടികൾ എടുക്കുക എന്നുള്ളതാണ്.
സജിത്ത്, അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ മത്സ്യകർഷകരുടെ ഒരു ദുരിതം എന്നത് മാറ്റിവെച്ചു കഴിഞ്ഞാൽ മറ്റ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. നമ്മുടെ തന്നെ ആവാസ വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കുന്ന രീതിയിലൊരു പ്രവൃത്തി അവിടെ നടന്നിട്ടുണ്ട്. പെരിയാറിലെ ഈ മത്സ്യകർഷകരെ അല്ലാതെ സാധാരണ ഈ മത്സ്യങ്ങൾ, ഈ പുഴയിലുള്ള മത്സ്യങ്ങളെ പോലും കൊന്നൊടുക്കുന്ന ഒരു രീതിയിലുള്ള രാസമാലിന്യങ്ങളാണ് ആ ഫാക്ടറികളിൽ നിന്നും ഒഴുക്കിവിട്ടത്. ആ ഫാക്ടറി ഉടമകൾക്കെതിരെ ഇതുവരേക്കും നടപടിയെടുത്തിട്ടില്ല. ഏത് ഫാക്ടറിയിൽ നിന്നാണ് രാസമാലിന്യങ്ങൾ ഒഴുക്കിവിട്ടതെന്ന് ഇപ്പോഴും സർക്കാർ വ്യക്തമാക്കിയിട്ടില്ല. അവർക്കെതിരെ നടപടിയെടുത്തിട്ടില്ല. ഈ പെരിയാറിലെ സംഭവം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരാഴ്ച മുൻപ് വീണ്ടും മറ്റൊരു ഫാക്ടറിയിൽ നിന്നും രാസമാലിന്യങ്ങൾ ഒഴുക്കിവിടുന്നു. അതോടൊപ്പം ഈ പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്നവർ അല്ലെങ്കിൽ കൊച്ചിയുടെ വിവിധ ഇടങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നത് ഈ പെരിയാറിൽ നിന്നൊക്കെ ശേഖരിക്കുന്ന വെള്ളമാണ്. ഈ രാസമാലിന്യങ്ങൾ കലർന്ന വെള്ളം തന്നെയാണോ സാധാരണ ജനങ്ങളും കുടിക്കേണ്ടത്? ഇതിൽ സർക്കാരിന് യാതൊരുവിധ ഉത്തരവാദിത്വമില്ലേ എന്നീ ആവശ്യങ്ങൾ കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട്. ന്യായമായ ചോദ്യം തന്നെയാണ് ഇവർ ഉന്നയിക്കുന്നത്. എന്തുകൊണ്ടാണ് സർക്കാർ ആർക്ക് ഒത്താശ ചെയ്യുന്നു? ഈ പാവപ്പെട്ട കർഷകരെ കണ്ടില്ല എന്ന് നടിക്കുന്നത് എന്തിനാണ് എന്നുകൂടി ഇവർ ചോദിക്കുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ കളക്ടറേറ്റിലേക്ക് ഈ പ്രതിഷേധ റാലി എത്തും. അവിടെ വലിയൊരു ധർണയും പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് കർഷകരെ ആദരിക്കുന്ന കർഷകരുടെ ദിനം കൂടിയാണ്. അങ്ങനെ തിരുവനന്തപുരത്ത് ആ കർഷകരെ ആദരിക്കുമ്പോൾ, സർക്കാർ തന്നെ ഒരു കൂട്ടം കർഷകരെ ആദരിക്കുമ്പോൾ, മറ്റൊരു ഭാഗത്ത് ഈ പാവപ്പെട്ട കർഷകരെ കണ്ടില്ല എന്ന് നടിക്കുന്ന അല്ലെങ്കിൽ അവരെ അവഗണിക്കുന്ന ഒരു നടപടി, ഈ സർക്കാരിന്റെ ഇരട്ടത്താപ്പിനെതിരെ തന്നെയാണ് ഇവരുടെ ശക്തമായ പോരാട്ടം. സജിത്ത്, പെരിയാറിൽ ശക്തമായ പ്രതിഷേധമാണ് പെരിയാർ സംഭവത്തിൽ പ്രദേശവാസികൾ ഉയർത്തുന്നത്, കർഷകർ ഉയർത്തുന്നത്. പെരിയാർ നദിയോട് ചേർന്ന് മത്സ്യകൃഷി നടത്തിയിരുന്ന നിരവധി പേർക്കാണ് ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായത്. പെരിയാർ മാലിന്യമൊഴുക്കാണ് ഇത്തരമൊരു നഷ്ടത്തിന് ഇടവെച്ചത്. ഈ വിഷയത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് നേരത്തെ നൽകിയ ഉറപ്പുകളൊന്നും പാലിക്കപ്പെട്ടില്ല എന്നതാണ് കർഷകർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. ഇതാണ് ഇത്തരമൊരു സാഹചര്യം ഉണ്ടാക്കിയത്. നവമി, ഒരു കാര്യം കൂടി നേരത്തെ നമ്മൾ കണ്ടതാണ്. ഈ മത്സ്യമൊക്കെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഓഫീസിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടുള്ള ശക്തമായ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. അത്തരം പ്രതിഷേധം ഉണ്ടായപ്പോൾ ചില ഉറപ്പുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും പിന്നീട് പാലിക്കപ്പെട്ടില്ല എന്നാണ് അവർ ഉന്നയിക്കുന്നത്. അങ്ങനെ തന്നെയാണ് സജിത്ത്. ഈ സംഭവം നടന്നു, അതായത് 1.5 മാസം മുൻപ് ഒരു ദിവസം രാത്രിയാണ് ഇത്തരത്തിൽ ഈ മാലിന്യങ്ങൾ പുഴയിലേക്ക് ഒഴുക്കിവിടുന്നത്. അന്ന് രാത്രി തന്നെ ഇവർ പലരെയും വിളിച്ചറിയിച്ചു. ഈ മത്സ്യകർഷകർ വിളിച്ചറിയിച്ചു. പിറ്റേ ദിവസം രാവിലെ മാധ്യമങ്ങൾ എത്തുമ്പോൾ കാണുന്നത് ഈ കൂടുകളിലടക്കം മത്സ്യങ്ങൾ ചത്തു പൊങ്ങുന്ന സാഹചര്യം. വല്ലാത്ത ദുർഗന്ധം. ഈ പെരിയാറിന്റെ സ്വഭാവം തന്നെ മാറിയിരിക്കുന്നു. കറുത്ത രീതിയിലുള്ള വെള്ളം അല്ലെങ്കിൽ കളർ മാറിയിരിക്കുന്ന സാഹചര്യം കാണുന്നു. ഇതൊക്കെ കഴിഞ്ഞ് ഏകദേശം 12 മണിയോടുകൂടിയാണ് ഈ മത്സ്യകർഷകർ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലേക്ക് ഏലൂരുള്ള ഓഫീസിലേക്ക് പ്രതിഷേധവുമായി പോകാൻ തീരുമാനിച്ചത്. ആ സമയത്ത് പോലും അവിടെയുള്ള ഉദ്യോഗസ്ഥർ ഈ വിവരം അറിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഈ വിവരം അറിഞ്ഞവർ പോലും ഇത് എന്താണ് സംഭവിച്ചതെന്ന് തിരക്കാൻ പോലും നിന്നില്ല. പിന്നീട് ഈ മത്സ്യകർഷകർ അവിടെ എത്തി ഈ ചത്ത മത്സ്യങ്ങൾ ഓഫീസിലേക്ക് വലിച്ചെറിയുന്നത് കണ്ടാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്